കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയെ ഓർമ്മിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. വിശ്വാസവും വിശ്വസ്തതയും ചേർന്ന് പോകുന്നതാണ്. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വിശ്വാസം വിശ്വസ്തതയില്ലാത്തതായുള്ള അനുഭവങ്ങളിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. അവനിൽ ദൈവവിശ്വാസം സന്നിവേശിപ്പിക്കുവാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകകൾ വിശ്വസ്തത വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കർത്താവ് ധാരാളം ആളുകൾ തൻ്റെ പിന്നാലെ ചെല്ലുന്നത് കണ്ടിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അപ്പം തിന്നത് കൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. വരാനിരിക്കുന്ന ആത്മീയതയുടെ അപകടാവസ്ഥയെ യേശു 2000 വർഷങ്ങൾക്ക് മുൻപ് മരുഭൂമിയിൽ ജനക്കൂട്ടത്തെ പോഷിപ്പിച്ച ശേഷം അവരോട് ഓർമ്മിപ്പിച്ചു, നിങ്ങൾ വയറ് നിറഞ്ഞതുകൊണ്ടാണ്, ഭക്ഷണം ലഭിച്ചത് കൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. നമ്മുടെ ആധ്യാത്മികത കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതോ അതിനപ്പുറമാണോ?